ഹലോ, എല്ലാവർക്കും അമ്പുഡൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു പഴങ്കഞ്ഞി കഥയാട്ടോ. കുറേ നാളായി ഞാൻ ഈ സാധനത്തിന് അഡിക്റ്റഡ് ആണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അഡിക്ഷനായി കാണും. റിസൈൻ ചെയ്തതിന് ശേഷം ഞാനിതിപ്പോൾ 3 നേരമാണ് കഴിക്കണേ. അപ്പോൾ ഇന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. നല്ല ചോറും ചക്കയും പുളിശ്ശേരിയും ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി അച്ചാറും പിന്നെ മെയിൻ ഐറ്റമായ മുട്ട പൊരിച്ചത്. ഇതില്ലാണ്ട് പറ്റില്ലല്ലോ, പഴങ്കഞ്ഞി അങ്ങോട്ട് ഫുൾഫിൽ ആവണ്ടേ. പിന്നെ മീൻ വറുത്തതും. ഇതും മെയിനായിട്ട് സാധനമാണ് കേട്ടോ. ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു പിടി പിടിക്കണം. എൻ്റെ പൊന്ന് സാറേ, ഇപ്പോൾ പറയുമ്പോൾ കൂടി എൻ്റെ വായിൽ വെള്ളം വരിക. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കടയിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടിയുള്ള തലേദിവസത്തെ ചോറുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കഴിക്കാവുന്നതേ ഉള്ളേ. സൂപ്പർ. ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞവിടുക. ഞങ്ങളിവിടെ ഞവിടാന്ന് കേട്ടോ പറയുക. ഇങ്ങനെ ഇളക്കുക. ഇളക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി സെറ്റാവും. എന്നിട്ട് ഈ ചോറെല്ലാം കൂടെ ആദ്യം കഴിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു വെള്ളം കുടിക്കണം. ഛെ പൊന്ന് സാറേ, പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയും പോലെയാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞവിടി കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പങ്ക് നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. നിങ്ങളെല്ലാവരും കുടിച്ചില്ലേ? രാത്രിയൊക്കെ കുറേ ആളായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോയിൽ കുറച്ച് സൗണ്ട് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ടി വിയുടെ സൗണ്ടാണ് അതിൻ്റെ ഇടയിൽ കേൾക്കുന്നത്. അതെ, അമ്പുഡൂസിൻ്റെ അടുത്ത് എത്ര പറഞ്ഞിട്ട് അവ ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ കുടിക്കട്ടെ. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ.